ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ലൈറ്റിംഗ് കൺസോളാണ്. ഇത് മോഡൽ വന്നിട്ട് DMX 192 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് DMX ഔട്ട് വന്നിട്ട് ഒരു ഔട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിക്സർ ഓൺ ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ 2 LED പാർ എടുത്തിട്ടുണ്ട്. ഈ LED പാറിന് 001 എന്ന അഡ്രസ്സ് കൊടുത്തു. ഈ LED പാറിന് 017 എന്ന് പറഞ്ഞ അഡ്രസ്സ് കൊടുത്തു. ഇനി നമുക്കിത് മാനുവലോട്ട് കത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ മാനുവൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ 001 എന്ന് പറഞ്ഞ അഡ്രസ്സ് ഇതിലാണ്. ഈ 1 എന്ന് പറയാൻ പറ്റുന്നത് 001 ആണ്. ഈ 2 സെലക്ട് ചെയ്താൽ 017, 3 സെലക്ട് ചെയ്താൽ 17ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 33. ഇത് മൂന്നാമത്തെ 33, നാലാമത്തെ വീണ്ടും 33ൻ്റെ കൂടെ 16 കൂട്ടണം. അങ്ങനെ 16 വെച്ച് കൂട്ടിയാണ് ഈ നമ്പർ ഇതിലേക്ക് നമ്മൾ LED പാറിന് നമ്പർ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ 12 LED പാറിന് 12 അഡ്രസ്സ് കൊടുക്കുക. ഉദാഹരണം, ഈ ഒന്നാമത്തെ അഡ്രസ്സിൽ ഒരു 001 എന്ന് പറഞ്ഞ മോഡൽ ഒരു 10 LED പറഞ്ഞാൽ ഈ 1 നമ്മൾ സെലക്ട് ചെയ്ത് ഡിമ്മർ, ഇത് ഡിമ്മറാണ്. 1 സെലക്ട് ചെയ്തു, ഡിമ്മർ, കളർ വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ. ഈ രണ്ടാമത്തെ ചാനൽ ഷട്ടർ കണ്ടോ, ഷട്ടർ. ഇത് വന്നിട്ട് ആട്ടോ മോഡ്, ആട്ടോ, അതിൻ്റെ സ്പീഡാണിത്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തു. നമ്മളിത് മാനുവലായിട്ട് ഇങ്ങനെയും കത്തിക്കാം. കണ്ടോ, ഇത് മാനുവൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സീൻ മോഡിൽ നമ്മൾ ഈ സീൻ പ്രസ് ചെയ്ത് നമ്മൾ ഈ ബട്ടണിലൊക്കെ നമുക്ക് ഓരോരോ സീൻ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ബട്ടണിൽ 12 ബട്ടണിൽ നമുക്ക് ഓരോരോ സീൻ 12ൽ കൂടുതൽ സേവ് ചെയ്യാം. അത് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മളിതിലിപ്പം 12 നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സീന് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീനിൽ ലോങ് പ്രസ് ചെയ്യും. സീനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യും കേട്ടോ. അപ്പം നോക്കിക്കോണേ, ഈ N/13 എന്ന് പറയുമ്പോൾ ഈ 12 കഴിഞ്ഞാണ് 13 കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 00ലേക്ക് കൊണ്ടുപോകണം. നമുക്ക് 99 സീനിയർ സേവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒന്നാമത്തെ N00 അതിൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ അഡ്രസ്സ് സെലക്ട് ചെയ്തു, ഈ രണ്ടാമത്തെ അഡ്രസ്സ് സെലക്ട് ചെയ്തു. ഓക്കെ. ഡിമ്മർ കയറ്റി, വൈറ്റ്, 2 LED പാറിൽ വൈറ്റ് ഉണ്ടോ. ഓക്കെ, നമ്മൾ വൈറ്റ് കളർ ഒന്നാമത്തേൽ സേവ് ചെയ്യാൻ പോവാണേ. അത് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 00 അല്ലേ, നമ്മൾ ഇതിൽ ഈ സേവ് ആൻഡ് കോപ്പിയിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ Y എന്നായുണ്ടോ. ഇപ്പോൾ ആൾറെഡി വൈറ്റ് ഈ 00 എന്ന് പറയുമ്പോൾ ഈ ഫേഡറാണ്, 00 ഈ ബട്ടണാണ് സേവ്. ഇനി നമുക്ക് രണ്ടാമത്തേൽ ഈ 201ലേക്ക് ഇവിടെ നമ്പർ മാറ്റാൻ വേണ്ടി ഈ ആരോ മാർക്ക് കണ്ടോ. ഇപ്പോൾ 01 ഇനി ഒന്നുമില്ല, ഇതാണ് ബട്ടൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു കളർ, ഒരു ബ്ലൂ ആയിട്ടുണ്ടല്ലോ. നമുക്കിനി ഈ 1ൽ സേവ് വേണ്ടി ലോങ് പ്രസ് ചെയ്യുക. ഇത് Y ആയിട്ടുണ്ട്, ഇപ്പം 1 ആയിട്ടുണ്ട്. അടുത്ത് നമുക്കിനി വേറെ കളർ, ഒരു ഗ്രീൻ. അത് നമുക്ക് 1 ഇനി 2 ഉണ്ട്, 2 ഇതാണ് മൂന്നാമത്തെയാണ്. സോറി, ലോങ് പ്രസ്. ഓക്കെ, Y ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് റെഡ്, നമുക്കിപ്പോഴ് 2 അല്ലേ, 0, 1, 2. ഇനി അടുത്ത് 3 ഇവിടെ 3 സെലക്ട് ചെയ്യണം, 3. ഓക്കെ, അത് കഴിഞ്ഞ് ലോങ് പ്രസ്, 3ൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിങ്ക് കളർ കൊടുത്തു. നമുക്ക് പിങ്ക് കളർ കൊടുത്തു. നമ്മൾ 4ൽ സേവ് ചെയ്യാൻ പോകണം, 4, 5 കണ്ടോ. ഇപ്പോൾ സേവ് ചെയ്തു. ഇനി ഇപ്പം ഇത്ര നമ്മൾ സേവ് ചെയ്തു, നമ്മളെല്ലാം കുറച്ചു. അടുത്ത് നമ്മൾ ഈ സീന് നമ്മൾ ലോങ് പ്രസ് വീണ്ടും പ്രയോഗം, അവിടെ സിംഗിൾ ലോങ് പ്രസ് ആക്കി. ഓക്കെ, ഇപ്പോൾ 00. ഇപ്പം നമ്മുടെ സീനെല്ലാം സേവ് ചെയ്ത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഒന്നാമത്തത് വൈറ്റാണ്,
വൈറ്റ്, രണ്ടാമത്തെ ഗ്രീൻ അല്ല ബ്ലൂ, ഗ്രീൻ, റെഡ്, അഞ്ചാമത്തെ പിങ്ക്. കണ്ടോ, പിങ്ക്, റെഡ്. സ്വിച്ച് ചെറിയ വിഷയമാണ് കേട്ടോ, കറക്റ്റ് പ്രസ് ചെയ്ത് വരും. കണ്ടോ, വൈറ്റ്. ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വൈറ്റ് ഓഫ് ചെയ്യണം, ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഒരു പ്രസ് ചെയ്താൽ ബ്ലാക്ക് ഔട്ട് ആവും. കണ്ടോ, നമുക്ക് ഇൻ കേസ് ഇത് കത്തിക്കിടക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇത് പ്രസ് ചെയ്യാൻ മതി. ഇനി ഒന്നും വരത്തില്ല. കണ്ടോ, ഓക്കെ, ഇങ്ങനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിപ്പം സീനാണ്. ഇനി നമുക്ക് ഈ ചേസിൽ നമുക്കെങ്ങനെ ചേസായിട്ട് ഒരു ചേസ് പോലെ നമുക്കെങ്ങനെ സേവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, ചേസ് സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ഈ ചേസിൽ തന്നെ ലോങ് പ്രസ് ചെയ്യുന്നു. LED ബ്ലിങ്ക് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടി ചേസറിന് വന്നു. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ഫേഡിലാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒന്നാമത്തെ ബട്ടൺ ചേസിൽ 1, സീനിൽ ഇത്രയും ബട്ടണുണ്ട്, ചേസിന് ഇത്രയും ബട്ടണുണ്ട് കേട്ടോ. ചേസ് സെലക്ട് ചെയ്യുമ്പോൾ സീൻ സെലക്ട് ചെയ്യുമ്പോൾ 1 മുതൽ 12 വരെ ബട്ടണുണ്ട്. സീൻ സെലക്ട് ചെയ്യുമ്പോൾ 1 മുതൽ 12 വരെയുള്ള ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ചേസ് പ്രോഗ്രാം മോഡിലേക്കായി. നമുക്ക് ഈ ഒന്നാമത്തെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഈ ഒന്നാമത്തെ ബട്ടണിലാണ് നമ്മൾ അടുത്ത ചേസ് സേവ് ചെയ്യാൻ പോകുന്നത്. 1 സെലക്ട് ചെയ്യും. അപ്പോൾ 1 സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടോ 0 കണ്ടല്ലേ. ഇതിപ്പോഴും വൈറ്റ്, നമുക്ക് ഈ വൈറ്റ് ഇതിലേക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടോ, അടുത്ത് നമ്മളൊരു കളർ കൊടുത്തു പിങ്ക്, റെഡ് വന്നോ, റെഡ് കൊടുത്തു, പിങ്ക് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ലോങ് പ്രസ് ചെയ്യുന്നു, മാടായി. ഇനി 1 പ്രസ് ചെയ്ത് നമ്മുടെ സ്പീഡ് ക്രോസ് ഫെയ്ഡ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചേസ്. ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ പ്രസ് ചെയ്താൽ മതി. പെട്ടെന്ന് നമ്മൾ സീനും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ്. നമ്മുടെ ചേസ് വേണമെങ്കിൽ ചേസ് സെലക്ട് ചെയ്യാം. കണ്ടോ, സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. ഇനി ഈ ചേസ് നമ്മളിപ്പോഴ് നമ്മുടെ ചേസ് ഓഫ് ചെയ്ത് നമ്മുടെ സീന് നമുക്ക് ഒന്നുകൂടെ സീനിൽ നമുക്ക് 2-3 സെപ്പറേറ്റ് LED കളർ കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ഇപ്പം 1 മുതൽ 5 വരെ നമ്മളൊരു സീൻ സേവ് ചെയ്തു. 2 LED പാറിലും ഒരേ കളർ. നമ്മളിനി 5, 6, 7, 8ലേക്ക് സിംഗിൾ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ചേസർ സെറ്റ് ചെയ്യാൻ പോകണേ. അപ്പം നമ്മുടെ സീൻ ലോങ് പ്രസ് ചെയ്യുക, നമ്മുടെ നമ്പറിലേക്ക് മാറ്റുക. 1, 2, 5 അത് കഴിഞ്ഞിട്ട് നമ്മൾ LED പാർ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ LED മാത്രം സെലക്ട് ചെയ്തു, ഒരു റെഡ് കളർ കൊടുത്തു. റെഡ് കളർ കൊടുത്തിട്ട് നമ്മൾ ഈ 5 സേവ് ചെയ്യാൻ പോകണം. അതിൽ സേവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഓഫ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ പാർ സെലക്ട് ചെയ്തിട്ട് രണ്ട് മാത്രം രണ്ടാമത്തെ LED പാറിൽ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് 6ലേക്ക് മാറ്റണേ. 6 ഗ്രീൻ, ഈ LED പാറിൽ ഗ്രീൻ. ആദ്യം ഇത് റെഡ്, ഇത് ഓഫായി, അടുത്തതിലേക്ക് ഗ്രീൻ ഓഫായി, സീൻ നമുക്ക് സേവ് ചെയ്യും. ഓക്കെ, ഗ്രീൻ സേവായി. അടുത്ത് 7ലേക്ക് ഇതിൽ നമുക്കൊരു റെഡല്ലേ, നമുക്കിതിൽ ബ്ലൂ ചെയ്യാമേ. നമ്മൾ ആ LED പാർ, ഒന്നാമത്തെ LED പാർ സെലക്ട് 2 ഓഫ് ചെയ്യുക. വീണ്ടും നമ്മൾ അങ്ങനെ കുറയ്ക്കണം കേട്ടോ. ഓക്കെ, ഡിമ്മർ ബ്ലൂ 7 കൊടുത്തു, ഓഫ് ചെയ്തു. നമ്മൾ രണ്ടാമത്തത് ഡിമ്മർ, നമുക്കിതിലൊരു വൈറ്റ്
8-ലാണ് സേവ് ചെയ്തു. ഓക്കെ, ഇനി ലോങ് പ്രസ് കൊടുത്ത് വെളിയിറങ്ങി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമേ. സൈസിൽ 5 വരെ ആയിട്ടുണ്ട്. 5 5 പിങ്കാണ്. ഉണ്ടാ 6 ഇടുമ്പോൾ ഇതിലെ റെഡ്, 7 ഇതിലെ വൈറ്റ്, 8 അതിലെ ബ്ലൂ, 9 ഇതിലെ വൈറ്റ്. ഇപ്പോൾ നമ്മൾ ചേസർ ഇതിൽ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ചേസർ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ 2 ലെഡിപ്പർ എടുത്തിട്ടുള്ളൂ. നമുക്കൊരു ചേസർ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ മാറി മാറി പോകുന്നത്, ഒഴുകി പോകുമല്ലോ. അപ്പോൾ 10 ലെഡിപ്പർ ആണെങ്കിൽ 10 സേവ് ചെയ്യണം, ഒഴുകി പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീണ്ടും ചേസിൽ ലോങ് പ്രസ് ചെയ്യുക. നമുക്കതിന് ഓഫ് ചെയ്യണം കേട്ടോ ആദ്യം. ഓക്കെ, ചാനൽ ചേസറായി. രണ്ടാമത്തെ ബട്ടൺ പ്രസ് ചെയ്തു, രണ്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് കളർ നമ്മളുടെ ഇതിൽ റെഡ് വേണം. ഓക്കെ, ഈ ഒരു വൈറ്റ് ലൈറ്റ് ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും നമ്മൾ ഇത് സേവ് ചെയ്തു. ബ്ലൂ സേവ് ചെയ്തു, വൈറ്റ് സേവ് ചെയ്തു. അത് കഴിഞ്ഞ് ലോങ് പ്രസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്പീഡ് ക്രോസ് കണ്ടോ, ഒഴുകി പോകുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാം. ഉണ്ടോ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ ചേസ് നമുക്ക് ഒരു 99 ചേസ് വരെ സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മൾ ഓഫ് ചെയ്തു, നമ്മൾ സീന് ലോങ് പ്രസ് ചെയ്തു. ഈ നമ്പറുണ്ട് ഇവിടെ. വൈ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, 2-ലുണ്ട്, 3-ലുണ്ട്, 4, 5, 6, 7, 9 ഇല്ല, 10 ഉണ്ടോ, 15, 16, 17 ഇതൊക്കെ സേവ് ചെയ്യാം. ഇത് നമ്മൾ ചേസ് സേവ് ചെയ്യാൻ മാത്രമേ ഈ ചാനൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം നമ്മൾ സീന് ഇടുമ്പോൾ നമുക്ക് 12 ഫെയ്ഡർ ഈ ബട്ടൺ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചേസ് സേവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഈ 99 സീന് നമുക്ക് ചേസറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പല വെറൈറ്റി, നമുക്ക് ഷാർപ്പി ആണെങ്കിൽ ഷാർപ്പിയൊക്കെ പല രീതിയിൽ നമുക്ക് ഇതേപോലെ കൊണ്ടുവരും. ഷാർപ്പിയൊക്കെ ഇതിൽ ഇതേപോലെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിലീറ്റ് ഫംഗ്ഷനാണ്. നമുക്ക് ഈ സീൻ ഡിലീറ്റ് ചെയ്യാനും ഈ സീനെല്ലാം ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചേസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സീന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തു. നമ്മൾ ഈ ഒന്നാമത്തെ സീന് നമ്മൾ 00 വൈ കിടക്കുകയാണ്. നമ്മൾ ഈ വൈറ്റാണ്, ഇതാണ്. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡിലീറ്റിൽ ലോങ് പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ എന്നായി. ഇപ്പം നമ്മുടെ വൈറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയോ, റിലീസ് ചെയ്യുക. വൈറ്റ് ഇല്ല, ബ്ലൂ ഉണ്ട്. കണ്ടോ, നമുക്ക് ഈ ബ്ലൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബ്ലൂ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സീന് ലോങ് പ്രസ് ചെയ്യുക. 01. അപ്പോൾ നമ്മൾ 00-ൽ ഒന്നുമില്ല, 01-ൽ ഉണ്ട്, വൈ കിടക്കുകയാണ്. നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിലീറ്റ് ലോങ് പ്രസ് ചെയ്യുക. കേട്ടോ, 01 ഡിലീറ്റ് ആയി. നമുക്ക് നോക്കാം. 1-ലില്ല, 2-ലില്ല, 3-ലുണ്ട്, 4-ലുണ്ട്, 5-ലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഈ ചേസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ചേസ് ലോങ് പ്രസ് ചെയ്യുക. ബ്ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഓരോന്നോരോന്നോട് നമ്മൾ ആഡ് ചെയ്ത ഇപ്പം മൾട്ടി കളറാണ്. ഇപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഇത് ഇപ്പോൾ ചേസായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഡിലീറ്റ് ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സീൻ, രണ്ടാമത്തത്. ഓക്കെ, മൂന്നാമത്തെ. ഓക്കെ,
നാലാമത്തെ. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാമേ. കണ്ടോ, ഇപ്പോൾ ചേസും ഇല്ല, കണ്ടോ, ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ കൺസോൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷനും വേണ്ട, ചേസിലുള്ള ചെയിനിലുള്ള ഒരു ഫംഗ്ഷൻ ഒന്നും വേണ്ട. ആ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കൺസോൾ ഓഫ് ചെയ്യുക. കൺസോൾ ഓഫ് ചെയ്ത ശേഷം ഈ ഡിലീറ്റിൽ ലോങ് പ്രസ് ചെയ്യുക. ഡിലീറ്റിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഇപ്പം നമ്മുടെ കൺസോളിലെ എല്ലാ ഫംഗ്ഷനും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഫംഗ്ഷനും സേവ് ചെയ്ത ഒന്നും ഇപ്പം ഈ കൺസോളിലില്ല. ഇപ്പോൾ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 ഒന്നില്ല, ചേസിലില്ല, ഒരു ഫംഗ്ഷനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.